ഹലോ ഹായ്, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു കുക്കർ ഷവായിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു കത്തി വെച്ചിട്ട് നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 ഉണക്കമുളക് വെള്ളവും സുറുക്കിയും ചേർത്തിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും ഒരു തക്കാളീൻ്റെ ഹാഫ് പീസും അതേപോലെ മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി സെപ്പറേറ്റ് അങ്ങനെ ചേർക്കുകയാണെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇവിടെ ഓൾറെഡി പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാനൊരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇനി പൗഡേഴ്സായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ടൈമിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ചിക്കനിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മസാല തേച്ച് വെക്കാം. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ അത്യാവശ്യം എല്ലായിടത്തേക്കും ആവുന്ന തരത്തിൽ മസാല തേച്ചിട്ട് ഒരു 1 അവർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിൽ കൂടിയാലും കുഴപ്പമില്ല, കുറയരുത്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 വിസിൽ വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ആ മസാലയും ഒക്കെ ചേർത്തിട്ട് വേണം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ ഞാനൊരു 4 വിസിൽ വരെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ അത്യാവശ്യം നല്ല ജ്യൂസി ആയിട്ട് തന്നെ കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിതിൽ ലാസ്റ്റായിട്ട് ഫ്രൈ പാനിൽ വെച്ചിട്ടൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തതുകൊണ്ട് ഞാൻ പിടിക്കുമ്പോൾ കയ്യിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ, പീസായിരുന്നു. ഇനി നമുക്ക് ഇച്ചിരി ബട്ടറും സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കനൊന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കുക. ഇനി നമുക്ക് ഈ ടൈമിൽ നമുക്ക് കുക്കറിൽ അത്യാവശ്യം ഗ്രേവി ഉണ്ടാവും. നമുക്ക് ആ ഗ്രേവിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് ഈ ചിക്കൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ.